ിക്കുന്ന മുറിയുടെ വാതിലിൽ ചെന്ന് മുട്ടുന്ന സിനിമയിലെ പുരുഷന്മാർ കേവലം കെട്ടുകഥയല്ല. റോൾ കിട്ടാൻ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നതും മലയാള സിനിമയിലെ യാഥാർത്ഥ്യം. റിപ്പോർട്ടിന്റെ 55-56 പേജുകളിലാണ് സിനിമയിലെ ലൈംഗിക ചൂഷണത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ. പറഞ്ഞുകേട്ട കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിലെ യാഥാർത്ഥ്യമാണെന്നാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. സിനിമയിലെ റോളിന് പകരം ചോദിക്കുന്നത് സ്ത്രീകളുടെ ശരീരം. സിനിമയിൽ ഇഴുകിച്ചേർന്ന് അഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെയെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പലരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നു. കൂടുതൽ സിനിമകളിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് കിടക്ക പങ്കിടാനുള്ള ക്ഷണം. ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ അവസരം. നമസ്കാരം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ സർക്കാരിന് പെട്ടെന്നൊരു ബോധോദയമുണ്ടായി. സിനിമ സെറ്റുകളിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള പീഡനത്തെക്കുറിച്ച് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ ഒരു കമ്മിറ്റിയെ വെച്ചു. അവർ ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 2-3 വർഷമായി. കുറേ നാളുകൊണ്ട് അത് പുറത്തുവിടണം എന്നുള്ള കുറച്ച് ആൾക്കാരുടെ ആവശ്യത്തിന് പുറകെ അതനുസരിക്കുകയായിരുന്നു സർക്കാർ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടു. പുറത്തു വന്ന റിപ്പോർട്ട് കണ്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ലോകമിടിഞ്ഞ് വീഴുന്ന പോലെയാണ് നമ്മുടെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പലതും പുതുമയാണെന്നുള്ള വിചാരത്തോടെയാണ് എന്തോ ലോകത്തിലെ എന്തോ വലിയൊരു സംഭവം നടക്കുന്നു എന്ന രീതിക്ക് പല മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യും. സിനിമാ സെറ്റുകളിൽ നടക്കുന്ന ഈ പരസ്യമായ രഹസ്യം എത്ര നാളുകൊണ്ട് നടക്കും? ചില നടിമാർ അതിനെ അനുസരിക്കുന്നു, വഴങ്ങിപ്പോകുന്നു, അവർ പ്രശസ്തരാകുന്നു. ചില നടിമാർ അതിനെ താല്പര്യപ്പെടുന്നില്ല. ചിലർ പെട്ടെന്ന് പ്രശസ്തരാകുന്നതിൻ്റെ പിറകിൽ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് കൊട്ടാര രഹസ്യമാണ്. അപ്പോൾ പടസ്കഫയിലേക്ക് സ്വാഗതം. ചൂടുള്ള ചായക്കൊപ്പം ചൂടുള്ള വാർത്തകൾ. ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ സിനിമാ സെറ്റിലെ നടിമാർക്ക് സംരക്ഷണം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ നമ്മുടെ സർക്കാരിന് വന്നത്. അതിന് എത്രയോ മുമ്പ് തന്നെ ഈ നടിമാർ പലരും അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണ്. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നയൻതാരയും മറ്റുമൊക്കെ ആ മഞ്ജു വാര്യരുമൊക്കെ ആകാൻ വരുന്നവർ പലവിധ ചതിക്കുഴികളിൽ ചെന്ന് വീഴും. ചിലർ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകും. അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാത്തവർ ചിലപ്പോൾ മലയാള സിനിമയിൽ ഒന്നും ആകാതെ പോകും. അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകാതെ മലയാള സിനിമയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ധാരാളം നടിമാരെ കൂട്ടത്തിലുണ്ട്. അവരെ ഒന്നും വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരു 40-45% നടിമാർ, യുവ നടിമാർ അവരെന്തിനും തയ്യാറാകുന്നവരാണ്. ഒന്നുകിൽ അവർ നേരിട്ട്, അല്ലെങ്കിൽ അവരുടെ ആയ മുഖാന്തരം, അല്ലെങ്കിൽ മേക്കപ്പ് വുമൺ മുഖാന്തരം അവർ നിർമ്മാതാക്കളെ അറിയിക്കുകയാണ്, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് താല്പര്യമുണ്ട്, എനിക്ക് വേഷം വേണം എന്നുള്ളൊരു രീതിയിലേക്ക് അറിയിക്കുന്ന യുവനടിമാർ 40-50% ഇപ്പോഴും മലയാള സിനിമയുണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ പ്രശസ്ത സിനിമാ നിർമ്മാതാവും നടനുമായ വിജയ് ബാബു. അദ്ദേഹത്തിൻ്റെ കേസിൽ സംഭവിച്ചെന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിൽ നായികയായിട്ട് അഭിനയിച്ച പെൺകുട്ടി അടുത്ത ചിത്രത്തിൽ അദ്ദേഹത്തിന് അവർക്ക് നായികാവേഷം കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരു കേസ് കൊടുക്കുകയാണ് ചെയ്തത്. ഇഷ്ടത്തോടു കൂടി വന്ന് പ്രായപൂർത്തിയായ 2 പേർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം അതിൽ പല കാരണങ്ങൾ കൊണ്ടും എന്നതാ പീഡിപ്പിച്ചു എന്ന് നിലവിളിക്കുന്നു. അത് സാധാരണ വീട്ടമ്മയായിരുന്നാലും സിനിമാ നടിയായിരുന്നാലും ഒക്കെ അവർ അതിനൊരു പരിരക്ഷ കിട്ടേണ്ട സമയം അതിക്രമിച്ചു. ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായ ധാരാളം നടിമാർ നമ്മുടെ ഈ സിനിമാ സെറ്റുകളിൽ ഉപയോഗിക്കുന്നു. ഈ നടിമാർ അവരുടെ മയക്കുമരുന്ന് ഉപയോഗം, മദ്യത്തിൻ്റെ ഉപയോഗം, ഇതിനെക്കുറിച്ചൊന്നും ഇതിൽ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് പല മീഡിയാസും റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളെ പോലുള്ളവർക്ക് ആ റിപ്പോർട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. ഈ മുൻനിര നടിമാർ, നമ്മുടെ പയ്യന്മാർ, സഹസംവിധായകൻ സഹായിക്കാൻ വരുന്ന, അല്ലെങ്കിൽ സീൻ വിശദീകരിച്ചു കൊടുക്കാൻ വരുന്ന പയ്യന്മാരുണ്ട്. അവരോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്നു. പലപ്പോഴും ഈ ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നതിന് ഉപയോഗിക്കുന്ന മെസ് ബോയ്സ്, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടില്ല, അവർ ഭയങ്കര റാഷായിട്ട് തട്ടിക്കുക. അത് മെയിൻ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ മെയിൻ സംവിധായകരോ ഒക്കെ കാണിക്കാൻ വേണ്ടി ഒരു ഷോ ഓഫാണ്. അതിനെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും പരാമർശമുണ്ട്? അതുപോലെ ഞാൻ രാത്രി വരാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്റ്റഫ് വേണം എന്ന് പറയുന്ന എത്രയോ നടിമാരുണ്ട് മലയാള സിനിമയിൽ. അവരെക്കുറിച്ച് എന്തെങ്കിലും റിപ്പോർട്ടുണ്ടോ ഇതിനകത്ത്? അപ്പോൾ എല്ലാ സ്ഥലത്തും, എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ള തൊഴിലിടത്ത് ചൂഷണം നടക്കുന്നു. ഇത് കണ്ടിട്ട് ഇത് ഭയങ്കരമായ എന്തോ പൊട്ടിത്തെറിച്ച് ജപ്പാനിൽ വീണ ആറ്റം ബോംബിനെക്കാട്ടിയും വലുതാണ് മലയാള സിനിമ നടക്കുന്നതെന്ന് പറയുന്ന തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ധാരാളം പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പീഡനം എന്ന് പറയുമ്പോൾ ശാരീരിക പീഡനം മാത്രമല്ല, മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഈ നടിമാർ കാരണം സമയത്ത് വരാത്തതും അവർ ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം മാനസിക പീഡനം എത്രയും നിർമ്മാതാക്കളുണ്ട്, എത്രയും സംവിധായകരുണ്ട്. പുതുമുഖ സംവിധായകർ ഒരു നടിയുടെ ഡേറ്റ് കിട്ടണമെങ്കിൽ 2 വർഷം കാത്തിരിക്കേണ്ടി വരും. അവർ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചീത്ത വിളിക്കും.
അങ്ങനത്തെ എത്രയോ നടിമാർ മലയാള സിനിമയിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. പറയുന്നത് ശാരീരികമായിട്ട് അവർക്ക് നേരിടുന്ന ഉപദ്രവങ്ങൾ, അവർക്ക് ഹോട്ടൽ മുറിയിൽ അവരെ വന്ന് മുട്ടി വിളിക്കുമ്പോൾ പോകാൻ തയ്യാറല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കണം. അതല്ലാതെ ഇതിനെല്ലാത്തിനും തയ്യാറാണ്, അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണ്, എനിക്കൊരു നാളത്തെ നയൻതാര ആകണം എന്നുള്ള ലക്ഷ്യത്തോടെ വരുന്നവരാണ് തീർച്ചയായിട്ടും ഈ ഇതിലേക്ക് ചെന്ന് വീഴുകയും 1-2 സിനിമയിൽ മുഖം കാണിക്കുകയും അതിനുശേഷം വളരെ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് തയ്യാറാവുകയും ചെയ്യുന്ന ധാരാളം നടിമാർ, യുവ നടിമാർ ഇപ്പോഴും മലയാള സിനിമയിലുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തയായ നടി, അവരിപ്പോഴും മലയാള സിനിമയിൽ നടിയാണ്. അവർ തുടക്കത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. പക്ഷേ പിന്നീട് അവർ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങേയറ്റമായി. അതിൻ്റെ വിജയം വന്നതെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഒരുവിധപ്പെട്ട സിനിമകളിലൊക്കെ ഒരു 1-2 വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ നായികയുടെ അല്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഒക്കെ വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു നടിയായി തീർന്നിരിക്കുന്നു. അപ്പോൾ അവർ അഡ്ജസ്റ്റ്മെൻ്റ് ആളാണ്. അവരെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, അവർ അഡ്ജസ്റ്റ്മെൻ്റ് ആളാണ്. അതിന് വേണ്ടിയിട്ടാണ് അവരെ വിളിക്കുന്നത്. അങ്ങനത്തെ എത്രയോ നടിമാർ ഇപ്പോഴും മലയാള സിനിമയിലുണ്ട്. ഇത് പെട്ടെന്ന് കേട്ട് എന്തോ ഒരു ബോംബ് വീണതുപോലെയാണ് നമ്മുടെ മീഡിയ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. 3 ദിവസം പോലും കാണില്ല ഈ മീഡിയ ഇന്നത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ. വലിയ ചർച്ചയാണ് നമ്മുടെ മീഡിയകൾ. ഇതിവിടെ എന്തോ വലിയ അസംഭവമായിട്ട് സംഭവിച്ചിരിക്കുന്നു. ഇത് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന സംഭവമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സൂപ്പർ താരങ്ങളുടെ പേരൊക്കെ ഉണ്ടെന്നാണ് പറയാം. അവരാരെങ്കിലും പീഡിപ്പിച്ചായിട്ട് അറിയില്ല. പക്ഷെ എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായ നടിമാരുണ്ട്. ഞാനിതിന് തയ്യാറാണ്, അല്ലെങ്കിൽ എനിക്ക് സ്റ്റഫ് വേണം എന്ന് പറയുന്ന ധാരാളം നടിമാർ മലയാള സിനിമയുടെ സെറ്റുകളിൽ കാണാം. അതിനെക്കുറിച്ച് ആരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വല്ലതും പറയുന്നുണ്ട്. അപ്പോൾ നടിമാരെ സൈഡ് അല്ലെങ്കിൽ ഈ അസിസ്റ്റന്റ് സംവിധായകർ അല്ലെങ്കിൽ ബെസ്റ്റ് ബോയ്സിൻ്റെ ഇതിൻ്റെയൊക്കെ പരാതി കേൾക്കാൻ ആരെങ്കിലും ഒരു കമ്മീഷൻ വെച്ചാൽ വളരെ നന്നായിരിക്കും. ആ സിനിമയുടെ സൈറ്റിൽ പ്രവർത്തിക്കുന്ന അപ്രധാനമായ റോളിൽ പ്രവർത്തിക്കുന്ന ആണുങ്ങളുടെ പരാതി കേൾക്കാനും ഒരു കമ്മിറ്റി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ പാരസ് കവലി വീണ്ടും കാണാം. ചൂടുള്ള ചായ.